ബന്ധുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ അടിയേറ്റ് യുവാവ് കൊല്ലപ്പെട്ടു. തിരുവല്ല കവിയൂരിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ കണിയാമ്പാറ സ്വദേശി ബിജോയാണ് കൊല്ലപ്പെട്ടത്. 4 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൊലപാതക കുറ്റം കൂടി ചുമത്താൻ സാധ്യതയുണ്ട്. അയൽ വീട്ടുകാരാണ്, ബന്ധുക്കളുമാണ്. പക്ഷേ സ്വത്തിനെ ചൊല്ലി ഇരു വീട്ടുകാരും തമ്മിൽ ഏറെക്കാലമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇത് പലപ്പോഴും കയ്യാങ്കളിയിലേക്കും തമ്മിലടിയിലേക്കും എത്തിയിട്ടുമുണ്ട്. ഇന്നലെയും ബിജോയും ബന്ധു സാമും തമ്മിൽ തർക്കമുണ്ടായി. കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന് വന്നതോടെ ഇരുവരും സുഹൃത്തുക്കളുടെ സഹായം തേടി. കൂടുതൽ പേർ വന്നതോടെ കൂട്ടയടിയായി. ഇതിനിടെ തലയ്ക്ക് പരിക്കേറ്റ ബിജോയെ പിന്നീട് വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി. എന്റെ ഇളയ മോൻ താഴേന്ന് കയറി വരുമ്പോ അവനെ വണ്ടി തള്ളിയിട്ടു തടഞ്ഞു നിർത്തി. അവനെ ഉപദ്രവിക്കുന്ന കണ്ടോണ്ട എൻ്റെ കുഞ്ഞ് ഓടിപ്പോയത്. ഓടി ചെന്നപ്പോഴ എൻ്റെ കുഞ്ഞിനെ അടിച്ചത്. നാളുകളായി ഞങ്ങൾക്ക് വധഭീഷണിയുണ്ട്. ഇവിടൊക്കെ വന്ന് കൊല്ലും വെട്ടുമെന്നൊക്കെ എപ്പോഴും പറയും. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. വിഷയത്തിൽ കൊലപാതകത്തിനെതിരായ വകുപ്പുകൾ കൂടി ചേർക്കാൻ ആലോചനയുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിൽ നിർണായകമാകും. അവന്റെ തലയ്ക്ക് അടിച്ചു. അവൻ അവിടെ വീണ് കിടന്നു. അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം പിറ്റേ ദിവസവും ഇനി പറഞ്ഞു വിട്ടു കഴിഞ്ഞിട്ട് കേസൊന്നും പോലീസുകാർ എടുത്തിട്ടില്ല. ഞങ്ങൾ പലവട്ടം കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ടും അതിന് നടപടികൾ കാണുന്നില്ല. പലവട്ടവും ഇവർ വീട് കയറി ആക്രമിക്കുവാണ്. റോയും ഭാര്യയും മകനും മോളും. അത് ആക്രമണം ചെയ്തിട്ടും പോലീസുകാർ നടപടി എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ എന്ത് ചെയ്യണം? അതേസമയം സഹോദരനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ബിജോയ്ക്ക് മർദ്ദനമേറ്റതെന്ന് പറയപ്പെടുന്നു. 4 പേർ ചേർന്ന് തല്ലിയെന്നാണ് ആക്ഷേപം. ഈ കല്ലും കട്ടയും കമ്പും എല്ലാം കൂടെ ഉപയോഗിച്ച് ഈ പ്രതിയും പ്രതിയുടെ ഭാര്യയും ഒക്കെ കൂടെ ആണ് മർദ്ദിച്ചത് എന്നാണ് നാട്ടുകാർ, ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ, ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പറഞ്ഞത്. ഇനിയും ഇങ്ങനത്തെ ഒരു സംഭവം ഈ പ്രദേശത്ത് ആവർത്തിക്കാനാ ഇടയാക്കരുത്. നാട്ടുകാരെല്ലാം ഒരേ വികാരത്തിൽ ഉടനിക്കുകയാണ്. പിതൃസഹോദരിയുടെ മകൻ സാംവി ജോസഫ്, ഭാര്യ സൂസൻ, മകൾ ശ്രുതി, ഇവരുടെ കുടുംബ സുഹൃത്ത് ധനേഷ് എന്നിവരാണ് പിടിയിലുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.